എങ്ങനെയുള്ള കെയറിങ് അത് പറയൂ. എന്താ പറയാ, നീ പറയണം. ഈ പൊക്കി എടുത്തോണ്ട് ഇങ്ങനെ കൂടെ കോരി എടുത്തിട്ട് ഇങ്ങനെ കൂടെ നടക്കും. അതാകുമ്പോ തങ്കത്തിന് പറ്റും. ഡിസ്കിന് ഒരു ചെറിയ കംപ്ലൈന്റ് ഉണ്ടല്ലോ, എടുത്തോണ്ട് കിടക്കില്ല. ശബ്ദത്തിന് ദേഷ്യം വന്നു. അതെന്താടി അതങ്ങനെ ഒരു മാറ്റം ഉണ്ടല്ലോ നിനക്ക്? അല്ലെങ്കിൽ ഈ തൊലി വെളുപ്പുള്ളവരെ കാണുമ്പോ ഒരു ഇളക്കമുണ്ടാ നിനക്ക്? അങ്ങനെയാണ് എന്നെ കാണുമ്പോ വരേണ്ടതല്ലേ? ഒരു വല്ലം ഇനി നമ്മൾ പരിചയപ്പെടുന്നത് സാമൂഹ്യ പ്രവർത്തകൻ കാംകുമാർ. നമസ്കാരം സാർ. എന്താണ് ഈ കാംകുമാർ എന്നുള്ള പേര് വരാൻ കാരണം? കയ്യിരിപ്പ് അങ്ങനെ ആയിരിക്കും. മണക്കും. എന്നിട്ട് ഇത് ഏത് ബ്രാൻഡാന്ന് പറയും? അല്ല, ഞാൻ വെള്ളടിക്കാറില്ല. പിന്നെങ്ങനെ പറയാൻ പറ്റും? അതാണ് ഡ്രൈ അടിക്കാറുള്ളൂ. ഇത് അടിക്കാറില്ല. ഇത് കേരളത്തിൽ രണ്ടു പേർക്കേ പറ്റും. ഒന്ന് പോലീസ് ഒട്ടിക്കും, പിന്നെ ഒന്ന് ബ്ലൗസ് ഒക്കെ ഇട്ട് സ്റ്റേജിന്റെ ഏറ്റവും ഫ്രണ്ടിൽ പോയിരുന്ന് കടലയൊക്കെ കഴിച്ച് ഈ പ്രോഗ്രാം ഒക്കെ കണ്ട് ഇങ്ങനെ വായി തുറന്നിരിക്കും. കടല തിന്നുമ്പോ വാ തുറന്നിരിക്കണം, ചവയ്ക്കൂലേ അത്? നേരത്തെ നമ്മൾ പറയണ്ടായി, അതായത് ഇവിടെ 4 പേരുണ്ട്, ഇവിടെ ആക്ച്വലി 3 പേരേ ഉള്ളൂ. മതി. അഫീസ്ക ഇവർ രണ്ടുപേരും കണ്ടിട്ട് ഞാൻ ഇങ്ങനെ മേക്കും എന്ന് പറയുന്നത് എന്തായാലും തോക്കും. പിന്നെ ആള് കൂടിയിട്ട് കാര്യമല്ലോ. ഇതൊക്കെ കണ്ടപ്പോ ഒരാള് ഫുൾ കെ ഷർട്ട് നിവർത്തിയിട്ട് എവിടെ പച്ച നോക്കട്ടെ. ഇത് പച്ചവത്തിയല്ല, പപ്പടം കാച്ച വെണ്ണ നിറച്ച്. നിങ്ങളെ പഴയ ഡിങ്കൻ, നിങ്ങളെ എല്ലാവരും ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ വന്ന ഡിങ്കനാണ് ഞാൻ. ഡിങ്കനാ? ഡിങ്കൻ ഇത് ഡിങ്കനല്ല, ഇത് മുനിസിപ്പാലിറ്റിന്ന് കൊതുവിന് മരുന്നടിക്കാൻ വന്ന പ്രധാന. ക്വാളിഫിക്കേഷൻ വേണ്ടെന്നല്ല, നമ്മള് പുറത്തുള്ളവരോട് പെരുമാറുമ്പോഴുള്ള ഒരു രീതി. മതി. എന്റെ പെരുമാറ്റത്തിന് എന്താ കുഴപ്പം? ചിലപ്പോ സാഹചര്യം കൊണ്ട് പഠിക്കാൻ പറ്റാത്തവരുണ്ടാവാം. പക്ഷെ അല്ല അതല്ല ഞാൻ നോർമലി ഉദ്ദേശിച്ചതാ. അതായത് നല്ലൊരു മനസ്സും ഒരു നല്ലൊരു ബിഹേവിയർ ഉണ്ടായി മതി. എന്റെ കഥയുടെ പറയുന്നത് പണ്ട് എനിക്ക് കരപ്പം വന്നതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പോകാൻ പറ്റിയിട്ടില്ല. ഇങ്ങോട്ടൊന്ന് കൈമാറി കുട്ടിയുടെ മുഖം മാറി നിങ്ങൾ ആരെങ്കിലും കുട്ടിക്ക് ഒരു നഗ്ന സത്യം പറയുന്നുണ്ട്. പാഴാണ്. എന്റെ അച്ഛൻ 5ാം ക്ലാസ് പഠിച്ചപ്പോ ഇങ്ങനെ 2ാം ക്ലാസ് തോറ്റു കിടക്കി. ചാടിയിട്ട് 4 പെങ്ങ് ഇവ എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവള് പറഞ്ഞ മേക്കപ്പ് മാൻ അല്ലേ എന്ന് വെച്ച് ഇവർ റൂമിൽ ചെന്ന് മേക്കപ്പ് ഇടുന്നത്. എന്താടാ ഒരു പെണ്ണ് പറഞ്ഞിട്ട് മേക്കപ്പ് ഇട്ടോണ്ട് വരാൻ? അപ്പൊ എങ്ങനെയാണ് ആട്ടേണ്ടത് പറഞ്ഞുതരാം. അതായത് അങ്ങനെയല്ലല്ലോ എന്താ പറയണ്ടേ? എന്താ മുഖത്ത് ഭയങ്കര നിരാശ? നിരാശ നിങ്ങൾ ജയിച്ചാറ്. ലക്ഷ്മി പ്രിയ പറഞ്ഞ പോലെ അവിടെ ചെലവ് വെച്ചെങ്കിൽ നിങ്ങൾ അച്ഛനും അമ്മയും കുഞ്ഞും നിൽക്കുന്ന പോലെ ഉണ്ട്. സാറല്ല കട്ടലില് പാറ്റ എറിയെന്ന് വിചാരിച്ചു. കോമഡി കളിച്ച് കേട്ടാൻ വേണ്ടിയാണ്. അതല്ല, നിങ്ങൾ 10-40 വയസ്സില്ലേ, എന്നിട്ട് ഇങ്ങനെ നീ കോമഡി വേഷം കണ്ടോട്ട് ഇങ്ങനെ നടക്കുന്ന എന്തിനാണെന്നാ ചോദിച്ചത്. 25 വയസ്സായ പയ്യന് ഇപ്പൊ എന്താ അറിയേണ്ടത്? ഇപ്പൊ ഇങ്ങനെ മുഖത്ത് വരച്ചതാണോ പ്രശ്നം? പിള്ളേരെ പരിപാടി കണ്ടിട്ടുണ്ടല്ലോ ഇവിടെ ഗെയിമൊക്കെ. അപ്പൊ എനിക്ക് നിൽക്കാൻ സമയമില്ല, എനിക്ക് പോകണം. ചെറിയൊരു ഫോട്ടോഷൂട്ട് ഉണ്ട്. എന്തിന്റെ ഫോട്ടോഷൂട്ട്? ചീട്ടിനകത്ത് സൈഡിൽ ഇങ്ങനെ ജോക്കറായിട്ട് നിൽക്കാനുണ്ട് ചെറിയൊരു ഫോട്ടോഷൂട്ട്. അതിനു വേണ്ടി എനിക്ക് പോണത്. കോസ്റ്റ്യൂമിലാണെന്ന് തോന്നുന്നു വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഒന്നും ക്ലിയർ ആയി കാണുന്നില്ലായിരുന്നു പറഞ്ഞിരുന്നു അല്ലേ? കാണുന്നില്ലായിരുന്നു. എന്താ ഇങ്ങനെ അനങ്ങുന്ന ഇങ്ങനെ കാണായിരുന്നു. വാഴയാന്ന് ഓർത്താ കൊച്ച ഇട്ടിരുന്നുണ്ട് കളിച്ചു. ഇങ്ങനെ വാഴ കാറ്റത്ത് ഇങ്ങനെ കസേരയിലിരുന്നാ മതിയായിരുന്നു.
പക്ഷെ കടയിൽ അങ്ങനെയല്ല, അവരുണ്ടാക്കുന്ന വേർപ്പും മൂക്ക് ചീറ്റിയൊക്കെ അവരിട്ട് തരുന്നേ. അതിന്റെ ആരും പൊറോട്ട കഴിക്കരുതേ. രാവിലെ വന്നപ്പോഴും ടീച്ചറിന്റെ ഇവിടെ 2 പൊറോട്ട തുണ്ടിരുന്ന ഞാൻ. എന്തൊക്കെ കയറാഞ്ഞ് എനിക്ക് തല ചുറ്റുന്നു. ഞാൻ ചോദിച്ച ലക്ഷ്മിപ്രിയ നീ കേറാത്തെന്ന് വെച്ചാൽ എനിക്ക് പപ്പടോടെ ഇഷ്ടമില്ല. പരിപ്പോടെ ആയിരുന്നെങ്കിൽ ഞാൻ റൗണ്ട്. തങ്കച്ചൻ ചേട്ടൻ 3 ചോദ്യങ്ങളാണ്. നെടുവീട്ടാണോ പോവാ, കുറുവീട്ടാണോ പോവാ, കുറുങ്ങിട്ടാണോ പോവാ? തങ്കച്ചൻ നെടുവീറ്റ് ചെന്നിട്ട് അവിടെ ചെന്ന് അനുവിനെ കുറവ്. ഇതെന്തോ കാണിച്ചു വെച്ചേക്കുന്നത്? ഇത് ഡോണല്ല, ഇത് ഡോറയാടാ, ഡോറ. ഭീകരതയുള്ള മുടി ഉണ്ടാക്കാൻ വന്നിട്ട് മാമാട്ടിക്കുട്ടിയമ്മ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എന്റെ ജീവൻ ഇന്ന് പോവും. അനു, ഇതിൽ ആര് ഗോൾ ചെയ്യിക്കണവരാണ്? ആര് നിക്കാറില്ല? പിന്നെ അപ്പൊ ഈ ഗോൾ പോയാല് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറെ പിടിച്ചു. പാചകം ചെയ്യാം, പാചകം ചെയ്യാം. ചേട്ടാ, നാളികേരം ചിരണ്ടിക്ക് അത് പറയൂ, അതാണ് മെയിൻ. നാളികേരം ഇതിനകത്ത് പറ്റില്ലത്. പറ്റില്ലേ? അതെങ്ങനെയാണ് ഇങ്ങനെ കിടന്ന് കറങ്ങണേല് തേങ്ങ കൊണ്ട് ആര് നടക്കും? അയ്യോ, പോയിന്റ് അതൊന്നും നോക്കൂല. ഇല്ല. തറയിൽ വീഴാൻ പാടില്ല. കോക്ക് തറയിൽ വീഴാൻ പാടില്ല. അനുവിന്റെ വീട്ടിൽ കളിക്കുന്ന ഷട്ടില് പോയിന്റ് നോക്കില്ല കേട്ടോ. കോക്ക് തറയിൽ വീഴാൻ പാടില്ല. ഒരു വർഷം ഇങ്ങനെ അടിച്ചു. ഇത്രയും വലിയൊരു ഭരണി ഉണ്ട്, ആ ഭരണിക്ക് അകത്താണ് ഇറങ്ങണെന്നും കേട്ടിട്ടുണ്ടല്ലോ. ഇല്ലല്ലോ ഇപ്പോഴത്തെ അങ്ങനെ സിനിമയിലൊക്കെ ആയി പൈസ ഒക്കെ ആയി കഴിഞ്ഞപ്പോ കമ്പനിയിലോട്ടൊന്ന് പോവാ. അവയാണ്. പക്ഷെ നിങ്ങൾ അത് എടുത്ത് എറിയുന്ന സമയത്ത് നമുക്ക് വിഷമം വരും. കാരണം നമ്മളെ ഒരു അതല്ലേ തങ്കച്ചൻ ചേട്ടൻ ഇല്ലാത്തപ്പോ ഞങ്ങൾക്ക് മിസ് ചെയ്യാത്തത്. ജിംബ്രൂട്ടനുണ്ടല്ലോ, അവനെ വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ജയലളിത അമ്മ, ഞങ്ങൾക്കറിയാം അമ്മ, ഞങ്ങൾക്കറിയാം അമ്മ. നമ്മുടെ ഈ മിഷന്റെ കൂടെ പ്രൊഡക്റ്റിന്റെ കൂടെ നമ്മള് നവീനെ നമ്മൾ തരുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് വിൽക്കൂല. അല്ല, വീട്ടു ജോലി മൊത്തം ചെയ്തോളും. നല്ല പരിചയം. നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി പടും. നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി. ഇതൊക്കെ അടുത്തുള്ള വലിയൊരു മരത്തിലിരുന്ന് നമ്മുടെ കുരങ്ങച്ചാറ് കാണുന്നുണ്ടായിരുന്നു. നമുക്ക് കുരങ്ങച്ചാർക്ക് ഒരു പേര് കൊടുക്കണ്ടേ? ബുദ്ധി. ഇതിൽ കൂടുതൽ നല്ല പേര് കുരങ്ങനിടാ. Whose pigs are these? Whose pigs are these? They are John Pots. You can tell them by the spots. And I found. സുന്ദരനായ ചെറുപ്പക്കാരനെ ചുമ്മാ അങ്ങ് അടിക്കാന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ എന്റെ പ്രേക്ഷകർ സ്ക്രീൻ വലിച്ചു കീറും. ഈ കുട്ടിയെ കണ്ട എത്ര വയസ്സ് തോന്നിക്കും? ഒരു 22-23 വയസ്സ്. മേക്കപ്പ് അടിക്കുമ്പോ ഒന്ന് നോക്കാം. എന്നെ കണ്ട എത്ര വയസ്സ് പറയും? 36, 35, 36. പുറത്താറ് തിരിച്ചിടും മോളെ. നോബിചേട്ടൻ എന്ത് ചെയ്താലും ആ മാൻഡ്രസത്തിനൊക്കെ ഭയങ്കര ഒരു തക്കുടു, ഒരു ക്യൂട്ട് സന്തോഷം തോന്നി. ഉരുണ്ടുരുണ്ടു. ക്യൂട്ട് ഒരു ഇച്ചിരി കരി കിട്ടുവോ? എന്തിനാ? ഇവിടെ ഒരു കുത്തിട. അല്ലെങ്കിൽ ലക്ഷ്മി ചേച്ചിയാണ് കൂടെ. അതായത് ഇവിടെ എല്ലാരും നിങ്ങളെ കമ്പയർ ചെയ്തത് ലക്ഷ്മി ചേച്ചിയുടെ പുറത്തൊരു ബാഗ് ഇട്ടു. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. സ്കൂൾ ബാഗ് തൂക്കിയേക്കുന്ന ശരി, കൂടാരത്തിൽ വന്ന് ഞാൻ സിംഹത്തിന് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഒരാഴ്ച ചവയ്ക്കാനുള്ള സാധനം ശരീരത്തുണ്ടല്ലോ. സിംഹം ചുമ്മാ ബബിൾക്കം ചവക്കണ ചവച്ചിട്ട് കോമള വിട്ട് കളിക്കും. ഇവിടെ ഉണ്ടായിരുന്നോ ഐശ്വര്യ കുൽക്കർണി? പഠിച്ചിട്ടാ അരക്ക് മേളിലൊക്കെ പഴുത്തു നിൽക്കുന്ന കണ്ടില്ലേ? പഴുത്തു നിൽക്കുന്നു. Whose pigs are these? They are John Pots. You can tell them by the spots. And I found them in the bakery. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. കയറാനും പറ്റണല്ലേ? അല്ല, എനിക്ക് മൂത്രം ഒഴിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ എന്റെ കാലേക്കട ഒഴിച്ച കിണ്ടിക്കട വെള്ളം പോണേ ഞങ്ങൾ പൊക്കോളൂ. അയ്യോ സോറി ഇത് തലക്ക് സുഖമില്ലാത്ത അത് അതിന്റെ ഡിസൈനാണ്. അംഗീകാരം വെക്കുന്നേക്കാളും നല്ലത് ഇവിടെ ഒരു തെങ്ങ് വെക്കലാണ് നല്ലത്. അതാകുമ്പോ കരുക്ക് വിടാം. ഈ ചിന്നു ചേച്ചി ഉണ്ടല്ലോ, ഇതൊരു ജിന്നാണ് മക്കളെ. ഒരു 2 കഷ്ണം ഐസ് ഇത്തിരി അച്ചാറോട്ടൊക്കെ ഈ ജിന്നങ്ങ് ഇപ്പൊ തീർക്കാം.
ഒരു പരിചയം ഉണ്ടോന്ന്. പിന്നെ ഇതൊക്കെ കണ്ടിട്ട് ഒരാള് ഭയങ്കര ഇതൊക്കെ കണ്ടിട്ട് ഒരാൾ എന്റെ അടുത്ത് പറയണു ആ. ആഫ്രിക്കയിലെ 1 മാസം പോയി നിൽക്കണം. സ്റ്റാർ മാജിക് ആണെന്ന് ഒരു എവിടെയാണ് കേരളത്തിലാണ് പുള്ളി ഈ പലഹാരമൊക്കെ ഉണ്ടാക്കണ ബിസിനസ് ആണ് പുള്ളിക്ക്. ആ ചുമ്മാ അല്ലേ പരിചയപ്പെട്ടത്. പറഞ്ഞു വിടൂല, ഹെൽമെറ്റ് ഇല്ലാതെയാണ് ഈ കരടി സൈക്കിളും ചവിട്ടി പോയത്. അപ്പൊ അതുകൊണ്ട് അവിടെ ആളില്ല. അപ്പൊ നിങ്ങൾ വരുവാണെങ്കിൽ കരടിയുടെ സൈക്കിളും ചവിട്ടാം, കാണ്ടാമൃഗത്തിന്റെ ഫിഗറും ചെയ്യാം. വരുമെന്ന് ആ പുള്ളി വന്നല്ല, അപ്പൊ ആ പുള്ളി കയറ്റിക്കൂടായിരുന്നു. എന്നെ പിടിച്ച് കയറ്റി നിന്റെ അപ്പൊ നീ പറഞ്ഞതിന് മുമ്പ് നീ ചാടി കയറി വന്നില്ലേ? എന്നോട് ആരോടാ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഓടി വന്ന് കയറാൻ? നിന്റെ അമ്മായിമ്മയുടെ വീടാണോ ഇത്? ഉച്ച തല്ലിന്താണ്. അല്ല നന്ദി കൈ മാറ്റി കൈ. ആ എവിടെ ഇരിക്കണ്ടേ? അല്ല വീട്ടിൽ ഈ സാധനം ഇല്ല. ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളം കോരാൻ വേണ്ടി കുറച്ചും കൂടി എളുപ്പമായിരുന്നു അല്ലേ? ഇത് മറ്റേ വൈഫ് ഇതിൽ ഇതുപോലെ വരും, തലയിൽ ഇതുമായിട്ടല്ലേ 90. ഞാൻ പറയാം, ഒരു വീട്ടിൽ ചിലപ്പം രണ്ടുപേര് പാചകം ചെയ്യും. ചിലപ്പം അയാൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അദ്ദേഹം ഉണ്ടാക്കും, അദ്ദേഹത്തിനുള്ള അദ്ദേഹം ഉണ്ടാക്കും. അല്ല വേറൊരു കേസുണ്ട്, ഞങ്ങൾ 200 രൂപയ്ക്ക് കൊടുക്കാൻ പോണു. ഇതല്ല തങ്കച്ചന. ആർക്കെങ്കിലും പക്ഷെ കറക്റ്റ് ഇതിന്റെ ഒരു ആംബിയൻസ് വേണമായിരുന്നെങ്കിൽ സൈഡിൽ ഒരു തൊട്ടില് കിട്ടിയിട്ട് അതിനകത്ത് തങ്കച്ചനെ ജയിച്ചാൽ അപ്പൊ ചെരവെ നിങ്ങൾ അപമാനിച്ചു. ചെരവെ ഉണ്ടായിരുന്നെങ്കിലോ? ഇപ്പൊ ചെലവുണ്ടായിരുന്നെങ്കിൽ നിന്റെ തലയിൽ ഇപ്പൊ ഒന്ന് തന്നെ.